ഗൈസ് അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തേജുവിൻ്റെ ഓരോ ഡ്രസ്സും ഞാൻ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡ്രസ്സ് അങ്ങനെ മാറി മാറി ഇടാൻ പറ്റത്തില്ല. കാരണം എൻ്റെ സൈസുള്ളവരെ എനിക്ക് കിട്ടാൻ പാടാണ്. എൻ്റെ കസിൻസ് ആണേലും സിസ്റ്റേഴ്സ് ആണ്, ഇവർക്ക് എല്ലാവർക്കും എന്നെക്കാളും നല്ല മെലിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവരുടെ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റാറില്ല. മെലിഞ്ഞവരാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടിടാം. അങ്ങനെ നമുക്ക് തടിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ അഴിച്ചു വിടാനും കാണത്തില്ല. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി തേജുവും അങ്ങനെ ഫൈനലി ഈ ബ്ലാക്ക് ഡ്രസ്സ് ആദ്യമേ തേജു എനിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് നോക്കാൻ പോയില്ല. പക്ഷെ അതെനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. തേജുവിൻ്റെ കൂടെ ടാറ്റ പോവാണ് ഗായ്സ്. കം തേജു. അയ്യോ വല്ലാണ്ട് ഒട്ടിരിക്കുന്നുണ്ടോ? കൂടുതൽ നിന്ന് താളം തുള്ളാതെ ബസ് മിസ്സാവും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തേജു ഉണ്ട്, എനിക്കെന്താണെന്നറിയത്തില്ല, ഇതിന് തേജുവിൻ്റെ സഹായം വേണം. ഷൂവിൻ്റെ ലേസ് കെട്ടാനും കോട്ടിൻ്റെ സിബിടാനും എല്ലാം തേജു. അപ്പോൾ ഓക്കെ ബൈ.